ഇലക്ട്രോണിക്സ് വളരെയധികം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. എവിടെ? വിദേശങ്ങളിൽ. എന്നാൽ നമ്മുടെ രാജ്യത്ത് ഇലക്ട്രോണിക്സിൻ്റെ പഠനം നേരെ താഴോട്ടാണ് പോകുന്നത്. എന്താണ് ഇതിൻ്റെ കാരണം നിങ്ങൾക്ക് ചിന്തിച്ചിട്ടുണ്ടോ? അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഒറ്റ വാക്ക് പറയുകയാണെങ്കിൽ പഠിപ്പിക്കുന്ന രീതി ശരിയല്ല എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. പഠിപ്പിക്കുന്ന രീതി ശരിയാണെങ്കിൽ എല്ലാവരും പഠിച്ചിരിക്കും. ചൈന ആവട്ടെ, അതല്ലെങ്കിൽ മറ്റ് വിദേശ രാജ്യങ്ങളാവട്ടെ, എവിടെ വേണമെങ്കിൽ നോക്കിക്കോളൂ. അവിടെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്സിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഏതാണ്ടൊരു 5ാം ക്ലാസ് മുതൽ തന്നെ കുട്ടികൾക്ക് അവർ ഇലക്ട്രോണിക്സ് പഠിപ്പിക്കുന്നു. പക്ഷേ നമ്മളിവിടുത്തെ രീതിയല്ല, അതിന് സിമുലേറ്റർ എന്ന് പറയും. സിമുലേറ്റർ എന്നൊരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് പഠിപ്പിക്കുന്നത്. ഒരുപാട് കമ്പനിക്ക് ആ സിമുലേറ്റർ ഉണ്ട്. അത് നമ്മൾ വില കൊടുത്ത് വാങ്ങേണ്ടതുണ്ട്, സൗജന്യമായി കിട്ടുന്നതുണ്ട്, ട്രയൽ വെർഷൻ കിട്ടുന്നുണ്ട്. നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ സിമുലേറ്റർ വെച്ച് പഠിച്ച് തുടങ്ങുക എന്നുള്ളതാണ് ഇലക്ട്രോണിക്സിൻ്റെ പഠനത്തിന് ആദ്യം ചെയ്യേണ്ടത്. അത് ആർക്കൊക്കെ പഠിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 വയസ്സായ കുട്ടിക്ക് മുതൽ ഒരു 80 വയസ്സായ ആൾക്ക് വരെ സുഖമായിട്ട് വീട്ടിലിരുന്ന് സ്വന്തം കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ പഠിക്കാം. സപ്പോസ് കമ്പ്യൂട്ടർ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്നതിന് ശേഷം അവിടെ ഇൻസ്റ്റാൾ ചെയ്ത് അവിടെ ഇരുന്ന് 1-2 മണിക്കൂർ വീതം നിങ്ങൾക്ക് അങ്ങനെയും പഠിക്കാൻ സാധിക്കും. അപ്പം സിമുലേറ്റർ എന്ന ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ച് ശരിയായ ഒരു അവബോധം ഉണ്ടാക്കുക എന്നതാണ് ഇപ്പോൾ ഞാൻ ഇന്നത്തെ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ പേരാണെന്ന് നോക്കാം. പ്രധാനപ്പെട്ട ഒരു 5-6 പേര് പറയാം. ഈഗിൾ എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. അതിൽ സിമുലേഷൻ ഒന്നും അറിയില്ല. PCB ഡിസൈനിങ് സോഫ്റ്റ്വെയർ ആണ്. ആൾട്ടിയം ഉണ്ട്, പ്രോട്യൂസ് ഉണ്ട്, കിക്കാഡ് ഉണ്ട്, ഓർക്കാഡ് ഉണ്ട്, ഡിസൈൻ പാർക്ക്, പ്രോട്ടൽ, കാഡ്സ്റ്റർ, ഇങ്ങനെ നിരവധി സോഫ്റ്റ്വെയർ ഉണ്ട്. ഇതിലേതാണ് നല്ലതെന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല. ഏതെടുത്താലും നിങ്ങളൊന്ന് പഠിച്ചാൽ മതി. ബാക്കിയൊക്കെ ഏതാണ്ട് സെയിം ആയിരിക്കും. അടുത്തതായിട്ട് നമ്മളെങ്ങനെയാണ് അതിൻ്റെ ഉപയോഗം, സിമുലേറ്റർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ അറിയാവുന്നതാണ്. ഇനി അടുത്ത ഭാഗത്തേക്ക് കിടക്കാം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതുതായി ഇലക്ട്രോണിക്സ് പഠിച്ചു വരുന്നവർക്ക് നേരിട്ട് കമ്പോണൻ്റ് ഒന്നും പരിചയപ്പെടാതെ അല്ലെങ്കിൽ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് പഠിക്കുന്നതിന് മുൻപായി ആദ്യം തന്നെ പരിശീലിക്കാവുന്ന നല്ല സോഫ്റ്റ്വെയറുകളാണ് സിമുലേറ്ററുകൾ എന്ന് പറയുന്നത്. നിരവധി സിമുലേറ്ററുകൾ അവൈലബിൾ ആണ്. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. ഉദാഹരണത്തിന് പേര് പറഞ്ഞ LT സ്പൈസ്, LTSPIC, LT സ്പൈസ് എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്രോട്യൂസ്, PROTEUS, പ്രോട്യൂസ് ISIS പ്രൊഫഷണൽ സോഫ്റ്റ്വെയർ അത് വരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ട്രയൽ വെർഷൻസ് ഉണ്ട്. ട്രയൽ വെർഷൻ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ മാസങ്ങളോളം പരിശീലിക്കാം. പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല. പിന്നെ കുറച്ച് ക്വാളിറ്റി കൂടിയ ടൈപ്പ് പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിയാൽ മതി. അല്ലെങ്കിൽ സുഹൃത്തുക്കളൊക്കെ ആരെങ്കിലും ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് അത് കണ്ടെത്താൻ കഴിയും. അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. അതിൻ്റെയൊക്കെ വഴികൾ ഞാൻ എപ്പോഴും പറഞ്ഞില്ല. ഇനി ആ സോഫ്റ്റ്വെയർ ഉപയോഗിക്കേണ്ട രീതിയാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നെറ്റിൽ നിന്ന് ആദ്യം കൊച്ചു സർക്യൂട്ട് സംഘടിപ്പിക്കുക. ഉദാഹരണം ഒരു ട്രാൻസിസ്റ്ററിൻ്റെ സർക്യൂട്ട് ആവാം, ട്രാൻസിസ്റ്ററോ അല്ലെങ്കിൽ ചെറിയ 555 ഉള്ള IC, 1-2 റെസിസ്റ്റർ അല്ലെങ്കിൽ കപ്പാസിറ്റർ, ഇതൊക്കെ എടുത്തതിന് ശേഷം അതിൻ്റെ പടം മനസ്സിലാക്കി അതിനെങ്ങനെയാണ് സ്കീമാറ്റിക് വരയ്ക്കുന്നത്, സർക്യൂട്ട് ഡയഗ്രം വരയ്ക്കുന്നത്. അപ്പോൾ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് നിന്ന് തന്നെ അതിൻ്റെ വോൾട്ടേജ് എങ്ങനെ വരുന്നുണ്ട്. ഇപ്പം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താ സൗകര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഥവാ എന്തെങ്കിലും ചെറിയ തെറ്റുകളൊന്നും സംഭവിച്ചാലും പ്രത്യേകിച്ച് ഒരു നഷ്ടവും സംഭവിക്കില്ല. ഒന്ന് ഡിലീറ്റ് ചെയ്യണം, വീണ്ടും നമ്മൾ എഴുതണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു ജസ്റ്റ് അപ്പോൾ നമുക്ക് പ്രോട്യൂസ് എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയറിൻ്റെ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് 2 ഭാഗമാണ്. ഈ ഒരു വിൻഡോ ഇങ്ങനെ ഈ ഗ്രാഫ് പോലെ കാണുന്ന ഈ വിൻഡോ ആണ് അതിൻ്റെ സ്കീമാറ്റിക് വരയ്ക്കുന്ന ഭാഗം. അതുപോലെ തന്നെ ഇനി PCB നേരിട്ട് വരയ്ക്കുന്നവർ, കമ്പോണൻ്റൊക്കെ വെച്ച് ലേഔട്ട് PCB വരയ്ക്കണമെങ്കിൽ ഇങ്ങനെ ഈ വിൻഡോയിലാണ് ചെയ്യുന്നത്. ശരിയായ രീതി എന്ന് പറഞ്ഞാൽ ആദ്യം സ്കീമാറ്റിക് വരച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തന്നെ നമുക്ക് എല്ലാ ടെസ്റ്റുകളും നടത്താൻ കഴിയും. ടെസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടുന്ന് ഓട്ടോ റൗട്ടിംഗ് പ്രകാരം ക്ലിക്ക് ചെയ്താൽ അടുത്ത ഞാൻ മുമ്പ് കാണിച്ച അങ്ങോട്ട് ചെന്ന് PCB ഓട്ടോമാറ്റിക്കായിട്ട് സൃഷ്ടിക്കപ്പെടും. അത് വളരെ ഹെവി, വളരെ തിൻ ലൈൻസൊക്കെ വരുന്നതും ഒരുപാട് കമ്പോണൻസൊക്കെ വരുന്നതിനാണ് അങ്ങനെ ഓട്ടോ റൗട്ടിങ് ചെയ്യേണ്ടത്. നമ്മളൊക്കെ സാധാരണ ചെയ്യുന്ന ചെറിയ കൊച്ചു PCBകളൊക്കെ നമുക്ക് കൈകൊണ്ടിട്ട് നേരിട്ട് വരയ്ക്കാനേ ഉള്ളൂ. അതിന് സ്കീമാറ്റിക്കിൻ്റെ പോലും ആവശ്യമില്ല. കുറേ ഇത് വരച്ച് പരിശീലിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലേക്ക് കടക്കാൻ കഴിയും. ഇത് എത്രമാത്രം പരിശീലിക്കുന്നു അത്രമാത്രം നിങ്ങൾ ഈ ഇലക്ട്രോണിക്സിൽ എക്സ്പീരിയൻസ് നേടുന്നതാണ്. ഇതിന് ശേഷം മൾട്ടിമീറ്ററൊക്കെ എടുത്ത് നിങ്ങൾ പ്രൊഡക്റ്റ് അളക്കുന്ന സമയത്ത് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും. കാരണം ഇവിടുന്ന് ഒരുവിധം എല്ലാം മനസ്സിൽ 90% പഠിച്ചതിന് ശേഷമാണല്ലോ അങ്ങോട്ട് പോകുന്നത്. ഇതിൽ നോക്കൂ, ഇവിടെ 2 ലെറ്റർ കാണുന്നത് PL, 2 ഭാഗം കാണുന്നുണ്ട്. നമുക്കിപ്പോൾ എന്തെങ്കിലും കമ്പോണൻറ്റ്, ട്രാൻസിസ്റ്റർ വേണമെങ്കിൽ എന്ത് കമ്പോണൻറ്റ് വേണമെങ്കിൽ ആദ്യം Pയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു വിൻഡോ വരുന്നു. നിങ്ങളിവിടെ ടൈപ്പ് ചെയ്യേണ്ടത് ട്രാൻസിസ്റ്ററിൻ്റെ നമ്പർ അറിയാമെങ്കിൽ നമ്പർ ടൈപ്പ് ചെയ്താൽ മതി. ഇപ്പം ഞാൻ ഒരു നമ്പർ പറയാം, BC 547 ഒരു ട്രാൻസിസ്റ്ററാണ്. ഇതാ ഞാൻ ടൈപ്പ് ചെയ്യുമ്പോഴേക്കും ഇവിടെ വന്ന് കണ്ടില്ലേ, ബൈപോളാർ സിലിക്കൺ NPN ട്രാൻസിസ്റ്റർ. അതൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിച്ചു, നിങ്ങൾക്ക് വലത് വശത്തെ വിൻഡോയിൽ കാണാൻ കഴിയും.
ഇതാണ് അതിൻ്റെ ചിഹ്നം എന്ന് പറയുന്നത്, സിമ്പൽ. ഇതിപ്പോൾ നിങ്ങൾ പേന കൊണ്ടൊന്നും വരയ്ക്കേണ്ടത് ഇവിടെ ഉണ്ട്. അതിൻ്റെ തൊട്ട് താഴെ ഫുട് പ്രിൻറ്റ്. ഇതായിരിക്കും നമ്മൾ PCBയിലേക്ക് ട്രാൻസിസ്റ്റർ സോൾഡർ ചെയ്യാൻ വേണ്ട 3 ഹോൾസ് വരുന്ന ഭാഗമാണിത്. അതിൻ്റെ കണക്ഷൻസാണ് ഇവിടെ കാണുന്നത്. ഇനി എന്താണ് അതിൻ്റെ തൊട്ട് താഴെ കാണുന്ന ബട്ടണിൽ ഓക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മൗസിൻ്റെ കൂടെ അതിവിടെ എത്തി. ഇതാണ് നമ്മൾ വരയ്ക്കേണ്ട ഏരിയ. അപ്പോൾ എവിടെ വേണോ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അവിടെ ട്രാൻസിസ്റ്റർ വന്നു, വലുതാക്കി. ഇനി വീണ്ടും ഒരെണ്ണം കൂടി വേണമെങ്കിൽ ഒന്നും കൂടി നമ്മൾ ക്ലിക്ക് ചെയ്തു, വേണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യും. ഇനി അടുത്തത് എന്ത് വേണം, നമുക്കൊരു ട്രാൻസിസ്റ്റർ കിട്ടുമെന്ന് റെസിസ്റ്റൻസ് എടുക്കാം. റെസിസ്റ്റർ അവിടെ ടൈപ്പ് ചെയ്യുന്നു RESI. റെസിസ്റ്ററിനൊക്കെ അടിക്കുമ്പോഴേക്കും മിക്കവാറും ആദ്യം തന്നെ പെട്ടെന്ന് വരും കേട്ടോ. ഇതാ റെസിസ്റ്റേഴ്സ് ഇവിടെ എത്തി. ഇനി ഇവിടെ 0.6, ക്വാർട്ടർ വാട്ട്, 10 വാട്ട്, 2 വാട്ട്, ഏത് വേണമെങ്കിൽ റെസിസ്റ്റൻസ് നമുക്ക് കിട്ടും. ഇനി വാല്യൂ ഇവിടെ നോക്കണമെന്നില്ല. ഇതെന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്തതിന് ശേഷം വാട്ട് മാത്രം സെലക്ട് ചെയ്യണം. അപ്പോൾ റൈറ്റ് സൈഡിൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ വന്നു. ഓക്കെ അടിക്കുന്നു, നമ്മളിവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുന്നു. ഈ വാല്യൂ നമുക്ക് ഇവിടെ നിന്ന് തിരുത്താം. ഇപ്പം 40 1K വേണമെങ്കിൽ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. പിന്നെ അവിടെ ചെന്നിട്ട് ഇപ്പോൾ ഒരു 10K 1K ആണ് 10K അടിച്ചിട്ടുണ്ടെങ്കിൽ വാല്യൂ മാറും. അത് നമുക്ക് തിരുത്താം. പക്ഷേ വാട്ടേജ് നിങ്ങൾ നോക്കണം. അല്ലെങ്കിൽ എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹോൾസ് തമ്മിലുള്ള അകലം മാറിപ്പോവും. പിന്നീട് PCB ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഒരു റെസിസ്റ്റൻസും കൂടി വേണമെങ്കിൽ വീണ്ടും ഒന്നും കൂടി വെച്ചു, അങ്ങനെ വെച്ചു. ഇനി കണക്ഷൻ കൊടുക്കാൻ വളരെ സിമ്പിളാണ്. ഈ മൗസ് എടുത്തിട്ട് എവിടെയാണോ നമുക്ക് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഒരു ലൈൻ ഇങ്ങനെ വരും. കുറച്ച് ഇത് നീക്കണമെങ്കിൽ ഡ്രാഗ് ഒബ്ജക്റ്റ് ഇങ്ങോട്ട് വെച്ചു, ക്ലിക്ക് ചെയ്യുന്നു, ലൈൻ വരുന്നു. നേരെ ഇങ്ങനെ വന്ന ശേഷം ട്രാൻസിസ്റ്ററിൻ്റെ ഇതാണ് കലക്ടർ എന്ന് പറഞ്ഞത്. കലക്ടർ ക്ലിക്ക് ചെയ്തു, അവിടെ ജോയിൻ്റ് ആയി കഴിഞ്ഞു. ഇനി എമിറ്റർ നമുക്ക് ഗ്രൗണ്ട് ചെയ്യുക, എർത്ത് ചെയ്യണമെങ്കിൽ അതിനിവിടെ ചിഹ്നങ്ങൾ വരുന്നുണ്ട്. നമുക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതിൻ്റെ ചിഹ്നങ്ങൾ. ഡിവൈസ് പിൻ മോഡ്, പിന്നെ വരുന്ന ടെർമിനൽ മോഡ്. ഇതൊക്കെ ജസ്റ്റ് ഇങ്ങനെ നീക്കി നോക്കിയാൽ മൗസ് വായിക്കാം. എന്നിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇൻപുട്ട് വന്നു, ഔട്ട്പുട്ട്, ഗ്രൗണ്ട്, ബസ്, പവർ സപ്ലൈ കൊടുക്കണമെങ്കിൽ ഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്താൽ എർത്തിൻ്റെ ചിഹ്നം, ഇതാണ് എർത്തിൻ്റെ സിമ്പൽ വരുന്നത്. അപ്പോൾ ഗ്രൗണ്ട് ഇത് നെഗറ്റീവിലോട്ട് കൊടുക്കണമെങ്കിൽ ഈ ചിഹ്നം വെച്ചിട്ട് ഇത് തമ്മിലൊന്ന് ഷോർട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇതാണ് നമ്മൾ ഷോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഗ്രൗണ്ടിലേക്ക് മാറി. ഇങ്ങനെയാണ് ഇതിൻ്റെ സംഭവം, സ്കീമാറ്റിക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേറൊന്ന് നോക്കാം. ഇതിൻ്റെ എല്ലാം വോൾട്ടേജ് ഇവിടെ കൊടുക്കാൻ കഴിയും. വോൾട്ടേജിന് ഇവിടെ പവർ എടുക്കുന്നു. പവറിന് എടുത്തതിന് ശേഷം നമ്മളിവിടെ ഒരു പവറിൻ്റെ ചിഹ്നം വെച്ചു. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് പോസിറ്റീവ് വോൾട്ടേജ് വരുന്നത്. ഇവിടെ എത്ര വോൾട്ടേജ് വേണം നമുക്ക് ടൈപ്പ് ചെയ്ത് 12 വോൾട്ട് കൊടുക്കാം, 24 വോൾട്ട് കൊടുക്കാം. പിന്നെ മീറ്ററുകളൊക്കെ ഉപയോഗിക്കണമെങ്കിൽ ടെസ്റ്റിംഗ് എക്യുപ്മെൻറ്റ്സ് വരുന്നുണ്ട് ഇവിടെ. ജനറേറ്റർ മോഡ്, അതിന് തൊട്ട് ആക്റ്റീവ് മോഡ്, ഗ്രാഫ് മോഡ്, ഡിവൈസ് പിൻ മോഡ്. ഏറ്റവും താഴെ ഇതവിടെ നോക്കൂ, ഇവിടെ ഇത്രയും മീറ്റർ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഓസിലോസ്കോപ്പ്, ലോജിക് അനലൈസർ, വിർച്വൽ ടെർമിനൽ, DC വോൾട്ട് മീറ്റർ, AC വോൾട്ട് മീറ്റർ, അങ്ങനെ എന്ത് മീറ്റർ വേണം നിങ്ങൾക്ക് ഇവിടെ വെക്കാം. മീറ്ററിൻ്റെ കണക്ഷൻ കൊടുത്താൽ ഇത് ഇവിടെ നമുക്ക് പ്ലേ എന്നുള്ള ബട്ടൺ അടിക്കുന്ന സമയത്ത് നമ്മൾ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് പ്ലേ ആവുന്ന സമയത്ത് അതിൻ്റെ വോൾട്ടേജ് ഒക്കെ എഴുതി കാണിക്കും. പ്ലേ ചെയ്ത് നോക്കാം. അത് പ്ലേ അടിക്കുന്ന സമയത്ത് ഇവിടെ മീറ്റർ ഓൺ ആവും, നോക്കിക്കോളൂ. അടിച്ചു, മീറ്റർ ഇപ്പോൾ ഓണായി. എത്ര ആംബിയർ മീറ്ററാണിത്. അപ്പോൾ ആംബിയർ അളക്കാൻ ഇവിടെ തന്നെ മീറ്റർ വെച്ചിട്ട് നിങ്ങൾക്ക് അളന്ന് പഠിക്കാം. അപ്പോൾ ഏതൊക്കെ ടെർമിനലിൽ കൊടുക്കണം ആ കാര്യങ്ങളൊക്കെ പിടികിട്ടും. ഇനി മറ്റൊരു ഉദാഹരണം, നമ്മൾ മൈക്രോ കൺട്രോളർ ബേസ് അതിലേക്കൊക്കെ പോവുകയാണെങ്കിലും വളരെ ഈസിയാണ് കാര്യങ്ങൾ. അപ്പോൾ അതിനെന്ത് വേണമെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ സിമുലേറ്റർ ആണല്ലോ. ഇനിയിപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതും കൂടി കാണിച്ചു തരാം. ജസ്റ്റ് ഒരു മൈക്രോ കൺട്രോളറിൻ്റെ വർക്കിംഗ്, അതിൻ്റെ സോഫ്റ്റ്വെയർ പോലും നമുക്ക് ഇതിലോട്ട് ലോഡ് ചെയ്തിട്ട് എല്ലാം കണ്ടുപിടിക്കാൻ കഴിയും. അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനിയിപ്പോൾ മുകളിലെ ബട്ടൺ എടുക്കുന്നു, നമ്മൾ സെലക്ട് ഓൾ കൊടുക്കുന്നു, അതിനുശേഷം ഡിലീറ്റ് അടിക്കുന്നു, കഴിഞ്ഞു. നോക്കാം, ഒരു സോഫ്റ്റ്വെയർ ജസ്റ്റ് എടുത്തിട്ട് കാണിച്ചത് നിങ്ങൾക്ക്. ഡ്രൈവ് എടുക്കുന്നു, മൈ പിക് ഫയൽസ് എടുക്കുന്നു. പിക് ഫയൽസിൽ ഒരു ബ്ലിങ്ക് സോഫ്റ്റ് എടുക്കാം. ഇവിടെ ഞാനൊരു LED ബ്ലിങ്കിന് വേണ്ടിയിട്ട് ഞാനൊരു സംഗതി എഴുതി വെച്ചാണ്. വെറുതെ ഇതുപോലെ ഒരു ഡെമോൺസ്ട്രേഷൻ പർപ്പസിനൊക്കെ നമുക്കൊരു LED ബ്ലിങ്ക് കഴിക്കാൻ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. 676 എന്ന് പറഞ്ഞ IC ആണ് എടുത്തിരിക്കുന്നത്. പിക്കിൻ്റെ ഔട്ട്പുട്ട് ഹൈ, പിൻ നമ്പർ C1. C1 എന്ന് പറഞ്ഞ പിന്നിലാണ് ഹൈ ആവാനും 1/2 സെക്കൻഡ് ഓഫായി ഓൺ ആവാനും വീണ്ടും ആ പിൻ 1/2 സെക്കൻഡ് ഓൺ ആവാനും ഇതാണ് അതിൻ്റെ സോഫ്റ്റ്വെയർ. ഇതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഇതിവിടെ കമ്പൈൽ എന്നുള്ള ബട്ടൺ അടിക്കുന്ന സമയത്ത് കമ്പൈലാവുന്നു. കമ്പൈലായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഫയൽ ഹെക്സ് ഫയൽ ക്രിയേറ്റ് ആയി. അപ്പോൾ നമുക്ക് എവിടെയാണ് നമ്മൾ ആ ഫോൾഡറിൽ പോയി നോക്കാം. ഇതവിടെ പിക്ക് ബ്ലിങ്ക് ഹെക്സ് എന്ന് പറഞ്ഞ ഫയൽ ഇവിടെ എത്തിക്കഴിഞ്ഞു. ഈ ഫയലാണ് നമുക്ക് ICയിലേക്ക് പ്രോഗ്രാം ചെയ്യേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് സിമുലേറ്ററിൽ ചെന്നിട്ട് ചെയ്യുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും സിമുലേറ്ററിൽ എത്തുന്നു. ആദ്യം ചെയ്ത പോലെ തന്നെ ഇവിടെ കണ്ടുപിടിക്കേണ്ട പാർട്സ്. അപ്പോൾ അവിടെ ടൈപ്പ് ചെയ്യുന്നു, പിക്കിൻ്റെ IC അതുകൊണ്ട് പിക്ക് 16F
676. വെറുതെ ഒന്ന് ഇതിൻ്റെ വർക്കിംഗ് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ നമ്മൾ കണ്ട അതിനകത്ത് പിക്ക് 16F676 ഒരു കൺട്രോളർ എടുത്ത് വെച്ചു. ഇനി നമുക്കൊരു LED വേണം. പഴയതുപോലെ തന്നെ സെലക്ട് ചെയ്യുന്നു. ഇവിടെ LED എന്ന് ടൈപ്പ് ചെയ്യുന്നു. LED. അപ്പോൾ LED വന്നു. LEDക്കകത്ത് നമ്മൾ ആക്റ്റീവ് ആയിരിക്കണം. ആക്റ്റീവ് മീൻസ് അത് മാത്രമേ ശരിക്കും വർക്ക് ചെയ്യൂ. നമുക്ക് ഇതുപോലെ സിമുലേഷൻ ചെയ്യണമെങ്കിൽ ആക്റ്റീവ് ആയിരിക്കണം. അപ്പോൾ LEDs നോക്കാം. ഇവിടെ എത്തുന്നത് റെഡ് LED, ആക്റ്റീവ് എഴുതിയാണല്ലേ. അതിൽ ഏത് കളർ വേണമെങ്കിൽ എടുക്കാം. നമുക്ക് ബൈ കളർ എടുക്കാം. നമുക്കിവിടെ ഒരു ബ്ലൂ കളർ എടുത്ത് നോക്കാം. ബ്ലൂ കളർ എടുത്തിട്ട് ഇതിനെ സംബന്ധിച്ച് പവർ സപ്ലൈ നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, അത് ഓട്ടോമാറ്റിക് കിട്ടിക്കോളും. പിക്ക് IC എടുത്തതിന് ശേഷം നമ്മൾ നിർത്തിയത് അതിൻ്റെ സോഫ്റ്റ്വെയറിൽ എഴുതിയിരിക്കുന്ന C1 ആണെന്ന് തോന്നുന്നു. പിന്നെ C1ലാണ് LED കൊടുക്കേണ്ടത്. അവിടെയാണല്ലോ നമ്മളൊരു 500 മില്ലി സെക്കൻഡ് ഓൺ ടൈമും 500 മില്ലി സെക്കൻഡ് ഓഫ് ടൈമും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് പിക്ക് IC എടുത്തു, ഒരു LED, ആക്റ്റീവ് LED, പ്രത്യേകം ആക്റ്റീവ് ആയിരിക്കണം എടുക്കുന്നത്. ഗ്രൗണ്ട് ചെയ്യാൻ വേണ്ടി സിമ്പിളും എടുത്തു കഴിഞ്ഞു. കണക്ഷൻ കൊടുക്കാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ടിക്ക് മാർക്ക് എടുത്തതിന് ശേഷം C1 ഒരു ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെ നേരെ പോയതിന് ശേഷം നമ്മളിവിടെ കൊടുക്കുന്നു, LED കൊടുക്കുന്നു. LED ഗ്രൗണ്ട് ചെയ്യുന്നു. ഇനിയിപ്പോൾ നമുക്ക് എന്താണ് വേണ്ടത്? അടുത്ത സോഫ്റ്റ്വെയർ ഇതിലെത്തിക്കുക എന്നുള്ളതാണ്. അതിന് പ്രത്യേകിച്ച് ഒന്നുമുണ്ട്. ഈ ICൻ്റെ മുകളിൽ എവിടെയെങ്കിലും വെച്ചതിന് ശേഷം, കഴ്സർ വെച്ചതിന് ശേഷം ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്താൽ നമ്മൾ കാണിച്ചു കൊടുക്കണം നമ്മൾ എവിടെയായിരുന്നു ആ സോഫ്റ്റ്വെയർ എഴുതിയെന്നുള്ളത്. അതിന് അറിയില്ല. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിൽ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കണം. നമ്മൾ ചെയ്തിരിക്കുന്നത് Dയിൽ മൈ പിക്ക് ഫയൽസ് ആണെന്ന് തോന്നുന്നത്. യെസ്. അതിനുശേഷം ബ്ലിങ്ക് സോഫ്റ്റ് അവിടെ ഇതായിരിക്കുന്നു, പിക്ക് ബ്ലിങ്ക് .hex. അത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ ഇപ്പം അത് സിമുലേറ്ററിൽ എത്തിക്കഴിഞ്ഞു. ഇനിയാണ് സിമുലേറ്ററിൻ്റെ പ്രവർത്തനം തുടങ്ങാൻ പോകുന്നത്. ഇപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം. നമ്മൾ പ്ലേ ബട്ടണിൽ ഒന്ന് അമർത്തിക്കഴിഞ്ഞാൽ ഉടൻ നമ്മൾ ഈ സോഫ്റ്റ്വെയറിൽ എഴുതിയ പ്രകാരം LED ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങി. 1/2 സെക്കൻഡ് ഓൺ ആവുന്നു, 1/2 സെക്കൻഡ് ഓഫ് ആവുന്നു. ഇനി ഇതുപോലെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ഇത് മാറ്റി നിർത്തിയാൽ പോലും നമുക്കിവിടെ ഒരു സർക്യൂട്ട് വേണ്ടി ട്രാൻസിസ്റ്ററൊക്കെ ഉപയോഗിച്ച് വരയ്ക്കുന്നു. അതിനുശേഷം അതിലെന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് വോൾട്ടേജിൽ വ്യത്യാസം വരുത്തി നോക്കാം, റെസിസ്റ്ററിൽ വ്യത്യാസം വരുത്തി നോക്കാം. എന്ത് വേണമെങ്കിലും ചെയ്യാം. എത്ര പ്രാവശ്യം ചെയ്താലും ഇതിനകത്ത് നമുക്ക് വേറെ നഷ്ടപ്പെടാനൊന്നുമില്ല. അങ്ങനെ പഠിക്കുന്നവരെ ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് പരിശീലിക്കാൻ പറ്റിയൊരു സോഫ്റ്റ്വെയറാണ് ഈ സിമുലേറ്റർ എന്ന് പറയുന്നത്. റെസിസ്റ്റൻസുകൾ വീണ്ടും വെക്കുന്നു, ഓരോന്നിൻ്റെ വാല്യൂ മാറ്റി നോക്കുന്നു, വോൾട്ടേജിൽ വേരിയേഷൻ വരുന്നു. അങ്ങനെ പൂർണ്ണമായ നിങ്ങളുടെ ഡിസൈനിങ് മുഴുവൻ ഒരു തീരുമാനമായതിനു ശേഷം മാത്രം ഒറിജിനൽ സാധനം ഉണ്ടാക്കാൻ പോയാൽ മതി. മാത്രമല്ല ഇത് ഏത് പ്രായക്കാർക്കും വീട്ടിലിരുന്നോ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്നിരുന്നോ സുഖമായി പഠിക്കുക എന്നുള്ളതും ഇതിൻ്റെ ഒരു ഗുണമാണ്. ഇനി നമുക്ക് ഇതിനകത്ത് നോക്കാനുള്ളത് PCB മാനുവലായിട്ട് എങ്ങനെ വരയ്ക്കാമെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാനിത് 2 റെസിസ്റ്ററിൻ്റെ ഫുട് പ്രിൻ്റ് എടുത്ത് വെച്ചിരിക്കുന്നു. വെറുതെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി. അതിനകത്ത് ഈ ടൂളാണ് 4ാമത്തെ ട്രാക്ക് ടൂൾ എടുത്ത് കഴിഞ്ഞ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഓരോന്നും ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ട്രാക്ക് വരും, പാഡ് വരും, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിനിപ്പോൾ ട്രാക്ക് വീതി വളരെ കുറവാണ്. അപ്പോൾ വീതി കൂട്ടണ എന്ത് ചെയ്യും? നമുക്ക് ഇവിടെ ലെഫ്റ്റ് ശ്രദ്ധിച്ചാൽ അറിയാം. അവിടെ ഇത് 500, 400, 300 ഇങ്ങനെ ഏത് വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള അത്രയും mm ട്രാക്ക് സെലക്ട് ചെയ്തിട്ട് വീണ്ടും നമ്മളൊന്ന് വരച്ച് നോക്കൂ. അപ്പോൾ അതിന് വീതി കൂടിയതാണ്. ഞാൻ ചെരിച്ചൊക്കെ വരച്ച് കാണിച്ചത് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി. റൈറ്റ് ക്ലിക്ക് ചെയ്താൽ കഴിഞ്ഞു. ഇങ്ങനെയാണ് നമ്മളിതിനകത്ത് PCB മാനുവലായിട്ട് വരയ്ക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓരോ വിഡ്ത്തും എത്ര ആണെന്ന് അറിഞ്ഞുകൊണ്ട് സപ്പോസ് ഈ കമ്പോണൻ്റ് ഇല്ലെങ്കിൽ പോലും നമുക്ക് ബൈ ഹാൻഡ് ചെയ്യാൻ കഴിയും. ഇനി പാഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഹോൾസ് റൗണ്ട് മാത്രം വേണ്ട സമയത്ത് ഇടുന്നതാണ് ഇത് പാഡ്. അതും ഈ പറഞ്ഞ പോലെ ഇവിടെ സെലക്ട് ചെയ്യാം. നമുക്ക് സൈസ് പോരെങ്കിൽ വലിയ സൈസ് എടുത്താൽ എത്ര ആണോ വേണ്ടെങ്കിൽ ഇതാണ് പാഡ് എന്ന് പറയുന്നത്. ഇതുപോലെ പാഡുകളിങ്ങനെ നിറച്ച് വെച്ച് നമുക്ക് ചെയ്യാം. അതിനുശേഷം പാഡിന് തമ്മിൽ യോജിപ്പിക്കണമെങ്കിൽ അതിനും നമുക്ക് ട്രാക്ക് യൂസ് ചെയ്യാൻ പറ്റും. ട്രാക്ക് ഇതുപോലെ അതിലേക്ക് വരച്ചതിന് ശേഷം ഇങ്ങനെ നമുക്ക് വരയ്ക്കാൻ പറ്റും, ട്രാക്ക് യോജിപ്പിക്കാൻ പറ്റും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എല്ലാതരം അഭ്യാസങ്ങളും നമുക്ക് ഇലക്ട്രോണിക്സ് വരെ ഇതിൻ്റെ മുകളിൽ ചെയ്ത് പഠിച്ചതിന് ശേഷം അടുത്ത സ്റ്റേജിലേക്ക് കടന്നാൽ മതി. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത്. ശരി, മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.